നമസ്കാരം. +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാഴ്ചയിലേറെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് +2 ക്ലാസ് പുനരാരംഭിക്കുന്നത്. 3 അധ്യായങ്ങളുടെ ചർച്ച കഴിഞ്ഞു. 1-ാം അധ്യായം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, 2-ാം അധ്യായം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഈ 2 അധ്യായങ്ങളിലും സ്റ്റാറ്റിക് ചാർജസ് അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിരുന്നു പ്രതിപാദ്യം. 3-ാം അധ്യായം ചലിക്കുന്ന ചാർജുകൾ അഥവാ മൂവിംഗ് ചാർജസിനെ കുറിച്ച് പറയുന്ന കറന്റ് ഇലക്ട്രിസിറ്റിയാണ്. ഒരു ടോപ്പിക് പോലും വിടാതെ 12 വീഡിയോ ക്ലാസ്സുകൾ കറന്റ് ഇലക്ട്രിസിറ്റിയിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ലിങ്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്നൊരു വീഡിയോ ഉണ്ട്. വളരെ കുറച്ചു പേരെ അത് കണ്ടിട്ടുള്ളൂ, കാണണമെന്ന് താല്പര്യപ്പെടുന്നു. അതുപോലെ പൊട്ടൻഷ്യോമീറ്റർ, വീസ്റ്റേൺസ് ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ് ഇവയെല്ലാം ഫിസിക്സ് ലാബിലെ സെറ്റപ്പ് പോലെയുള്ള ഡെമോകളിലൂടെ വിശദമാക്കിയിട്ടുണ്ട്, കാണണം. ഇന്ന് നമ്മൾ ഫിസിക്സിലെ മറ്റൊരു ശാഖയായ മാഗ്നറ്റിസത്തിലേക്ക് ചുവടുവെക്കുകയാണ്. അധ്യായം 4, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. വിനോ, ഇലക്ട്രിക് ചാർജസ് അവയ്ക്ക് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് സൃഷ്ടിക്കുന്നു. ചില വ്യവസ്ഥകൾക്ക് വിധേയമായി ചാർജുകളുടെ പ്രവാഹവും ഉണ്ടാകുന്നു. മാഗ്നറ്റിസവും കറന്റുമാണ് ഇന്നു മുതൽ ചർച്ചാ വിഷയം. ആരാണ് ഇതേക്കുറിച്ചെല്ലാം പഠനങ്ങൾ നടത്തിയത്? 1820 യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിലെ ക്രിസ്റ്റ്യൻ ഓയ്സ്റ്റെഡ് എന്ന ശാസ്ത്രജ്ഞൻ തന്റെ പരീക്ഷണശാലയിൽ ഒരു കാര്യം നിരീക്ഷിച്ചു. ചാലകം അഥവാ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് അടുത്ത് വെച്ചിരിക്കുന്ന കാന്തസൂചി ചലിക്കുന്നുണ്ട്. കറന്റിന്റെ ദിശ മാറ്റുന്നതിനനുസരിച്ച് കാന്തസൂചിയുടെ ഡിഫ്ലക്ഷനും മാറുന്നുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഡെമോൺസ്ട്രേഷൻ ശ്രദ്ധിക്കുക. കാര്യം വ്യക്തമാണെന്ന് കരുതുന്നു. അതായത്, ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ കാന്തിക മേഖല അഥവാ മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമായിട്ട് ഒരു കാന്തിക മേഖല അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, നോക്കൂ, ഇവിടെ 2 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒന്നില് ഡോട്ട് അല്ലെങ്കിൽ കുത്തിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്തതിൽ ക്രോസ് അഥവാ ഗുണന ചിഹ്നമിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഡോട്ട് എന്താണ്? എ കറന്റ് ഓർ എ ഫീൽഡ് emerging out of the plane of the paper is indicated by a dot. Clear? അങ്ങനെയാണെങ്കിൽ ക്രോസ് എന്താണ്? എ കറന്റ് ഓർ എ ഫീൽഡ് ഗോയിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ എ ക്രോസ്. കൂടുതൽ കാര്യങ്ങൾ വിശദമായി തുടർ ചർച്ചകളിൽ കാണാവുന്നതാണ്. സ്റ്റേഷനറി ചാർജും മൂവിംഗ് ചാർജും സൃഷ്ടിക്കുന്ന ഫീൽഡ് എങ്ങനെയുള്ളതാണ്? സ്റ്റേഷനറി ചാർജ് സൃഷ്ടിക്കുന്ന ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഫോർ എ സ്റ്റേഷനറി ചാർജ് Q in an electric field of intensity E, the force acting is F, which is given by the expression F equal to QE. ഇനി ചാർജസ് മൂവിംഗ് ചാർജസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനോടൊപ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡും സൃഷ്ടിക്കുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിനെ സംബന്ധിക്കുന്ന ഏതാനും കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. മാഗ്നറ്റിക് ഫീൽഡ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. അത് സമയത്തിനെയും സ്പേസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. തുടർ ചർച്ചകളിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നതിനാൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്ക് അടുത്ത ടോപ്പിക്കായ ലോറൻസ് ഫോഴ്സിലേക്ക് കടക്കാം. നേരത്തെ സൂചിപ്പിച്ചു, സ്റ്റേഷനറി ചാർജ് Q കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E ആണെങ്കിൽ അതിലനുഭവപ്പെടുന്ന ഫോഴ്സ്
എഫ് ഈക്വൽ ടു ക്യു ഇ ആണെന്ന്. ഇലക്ട്രിക് ഫീൽഡ് ആർ അല്ലെങ്കിൽ സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഈ ക്യൂ ചാർജ് മൂവിംഗ് ആണെന്ന് വിചാരിക്കുക. ക്യൂ ചാർജ് മൂവ് ചെയ്യുന്നത് വി വെലോസിറ്റിയിലാണെന്ന് വിചാരിക്കുക. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്, അതിനെ ഫോഴ്സ് ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് എഫ് ബി എന്ന് പറയും, വിച്ച് ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഇവിടെയും ബിയുടെ ബ്രാക്കറ്റിൽ ആർ കാണിച്ചിട്ടുണ്ട്. അത് സ്പേസിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, സോ വി ഹാവ് ടു എക്സ്പ്രഷൻസ് ഫോർ ഫോഴ്സസ്. Force due to stationary charge, which is Fe, and force due to moving charge, which is Fb. Clear? അങ്ങനെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരു മൂവിംഗ് ചാർജിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. The Lorentz force is given by the expression F equal to Fe plus Fb. Values substitute ചെയ്തു കൊടുക്കുക. Q into E plus Q into V cross B. Okay. ഇവിടെ Q കോമൺ ആണ്. അത് പുറത്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടുന്നത് F equal to Q into E plus V cross B എന്നതായിരിക്കും. അതൊരു വെക്ടർ ആണ്, ഫോഴ്സ് ആണ്, ഫോഴ്സ് വെക്ടർ ആണ്, നമുക്ക് അറിയാവുന്നതാണ്. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എ മൂവിംഗ് ചാർജ്, അതിനെയാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ഫോഴ്സിനെ ലോറൻസ് ഫോഴ്സ് എന്ന് പറയും. മാഗ്നറ്റിക് ഫീൽഡ് കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സ് അല്ലെങ്കിൽ മൂവിംഗ് ചാർജസ് കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സ്, അതിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എഫ് ബി ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നുള്ളതാണ്. വെലോസിറ്റിയും വെക്ടർ ആണ്, മാഗ്നറ്റിക് ഫീൽഡും വെക്ടർ ആണ്. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യൂ വി ബി സൈൻ തീറ്റ എന്നായിരിക്കും. വി ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് വി ബി സൈൻ തീറ്റ എന്നതാണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുക്കുന്നത്, ഡിറക്ഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ എഫ് ബി ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ഇതാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമാണെന്ന് കാണിച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന് ക്യൂവിലും വിയിലും ബിയിലും ഡിപ്പെൻഡൻസ് ഉണ്ട്. അതായത് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്, ചാർജ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. പിന്നെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് കാണിച്ചിട്ടുണ്ട്, എന്തെല്ലാമാണെന്ന് നോക്കുക. ദ ഫോഴ്സ് ഓൺ മൈനസ് ക്യൂ ഈസ് ഓപ്പോസിറ്റ് ടു പ്ലസ് ക്യൂ. അത് സാമാന്യ ബോധം വെച്ച് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതായിരിക്കും നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ്. പിന്നെ റെസ്റ്റിലുള്ള ചാർജസ് ആണ് വിചാരിക്കുന്നതെങ്കിൽ വി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ എന്തുണ്ടാവും? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് 0 ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എഫ് ഈക്വൽ ടു എഫ് ഇ മാത്രമേ വരികയുള്ളൂ. ലോറൻസ് ഫോഴ്സിൽ എഫ് ഈക്വൽ ടു എഫ് ഇ മാത്രമേ വരികയുള്ളൂ. റെസ്റ്റ് ചാർജസിനെ സംബന്ധിക്കുന്നതാണ് വി ഈക്വൽ ടു 0 എന്നുള്ള കാര്യം. ഓക്കെ, ഇനി ഈ ചാർജ് ഫീൽഡിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ചാർജിനും ഫീൽഡിനും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. ചാർജും ഫീൽഡും പാരലൽ ആണെങ്കിൽ തീറ്റ 0 ആയിരിക്കും. സൈൻ 0 വരും. അപ്പോ എന്ത് വരും? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് 0 ആയിട്ട് വരും. ഓക്കെ, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ വാല്യൂ മിനിമം ആകാനുള്ള കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്.
എപ്പോഴാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് മാക്സിമം ആകുന്നത്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് മാക്സിമം ആകുന്നത് മൂവിങ് ചാർജും ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ടുള്ളപ്പോഴാണ്. When the charge is moving perpendicular to the field, then theta equal to 90 degree, sin 90 equal to 1. Then the magnitude of force is maximum, and that is given by F maximum equal to QVB. Okay? Magnetic Lorentz force in the direction, അതായത് എഫ് ബിയുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് വി ക്രോസ് ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അതായത് വിയും ബിയും വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഉൾക്കൊള്ളുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഡിറക്ഷൻ ഉണ്ടാവുക. ഓൾറൈറ്റ്, നമ്മൾ ഇനി ഒരു പ്രധാനപ്പെട്ട എക്സ്പ്രഷൻ നോക്കാൻ പോവുകയാണ്. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ. കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ നീളം L ആണെന്നിരിക്കട്ടെ, കണ്ടക്ടറിന്റെ ഏരിയ ക്യാപിറ്റൽ A ആണെന്നിരിക്കട്ടെ, അതിലുള്ള മൊബൈൽ ചാർജസ് N ആണെന്നിരിക്കട്ടെ. N ഈസ് ദി നമ്പർ ഓഫ് മൊബൈൽ ചാർജസ് പെർ യൂണിറ്റ് വോളിയം. ചലിക്കുന്ന ചാർജസ് യൂണിറ്റ് വോളിയത്തിലുള്ളത് സ്മോൾ n ആണെന്നിരിക്കട്ടെ. ഈ മൂവിംഗ് ചാർജസിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ഇൻ ദ കണ്ടക്ടർ എത്രയായിരിക്കും? ദാറ്റ് ഈസ് NaL ആയിരിക്കും. N നമ്പർ ഓഫ് മൊബൈൽ ചാർജസ് പെർ യൂണിറ്റ് വോളിയം, A ഏരിയ ഓഫ് ദി കണ്ടക്ടർ, L ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ, ഇനി ഓരോ കാരിയറിന്റെയും ചാർജ് Q വീതമാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? ടോട്ടൽ ചാർജ് ക്യാപിറ്റൽ Q ഈക്വൽ ടു Q ഇൻറ്റു NaL ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ഇക്വേഷനെ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യുന്നു. ഒരു മാഗ്നറ്റിക് ഫീൽഡ് മൂവിംഗ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമുക്കറിയാം. അങ്ങനെ മൂവിംഗ് ചാർജിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിനുള്ള എക്സ്പ്രഷൻ എന്താണ്? എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഇവിടെ ക്യൂ എന്നത് ടോട്ടൽ ചാർജ് ആണ് എടുക്കേണ്ടത്. വി ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ആണ്. ബി മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ഓക്കെ, സോ എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ഡി ക്രോസ് ബി എന്ന് എഴുതാവുന്നതാണ്. ക്യൂവിന്റെ വാല്യൂ ഇക്വേഷൻ 1 നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സ്പ്രഷൻ കിട്ടുക എഫ് ഈക്വൽ ടു NaL ക്യൂ വി ഡി ക്രോസ് ബി എന്നായിരിക്കും. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് കറന്റ് ഡെൻസിറ്റി എന്താണെന്നും കറന്റ് എന്താണെന്നും പരിശോധിക്കാം. കറന്റ് ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ നമുക്ക് അറിയാവുന്നതാണ്. കറന്റ് ഡെൻസിറ്റി ഈക്വൽ ടു NQVD. അതാണ് കറന്റ് ഡെൻസിറ്റി J. നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കറന്റ് ഡെൻസിറ്റിയെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? കറന്റ് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ കിട്ടും. സോ magnitude of NQVD into A gives the current through the conductor. Okay, so equation 2 can be rewritten as F equal to I into L cross B. നമുക്കറിയാം I എന്നുള്ളത് കറന്റ്, അതൊരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്. ഇവിടെ വെക്ടേഴ്സ് ആയിട്ട് വരുന്നത് എല്ലും ബിയുമാണ്. ഓക്കെ, ആ കണ്ടക്ടറിന്റെ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ അതൊരു വെക്ടർ ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ എൽ ക്രോസ് ബിയെ എക്സ്പാൻഡ് ചെയ്ത് മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ കിട്ടുക എഫ് ഈക്വൽ ടു ILB സൈൻ തീറ്റ എന്നായിരിക്കും. എൽ ക്രോസ് ബി ഈസ് LB സൈൻ തീറ്റ, മാഗ്നിറ്റ്യൂഡ് മാത്രം. So, magnetic force on a current carrying conductor
The magnitude is obtained here as F equal to ILB sin theta. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഫോഴ്സിന്റെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും പറയാൻ സാധിക്കും. തീറ്റ 0 ആയിരിക്കുമ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് മിനിമം ആയിരിക്കും. തീറ്റ 90 ഡിഗ്രി ആയിരിക്കുമ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് മാക്സിമം ആയിരിക്കും. അതിന്റെ വാല്യൂ ILB ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് പറയാനാവുക ഫോഴ്സ് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ബോത്ത് കറന്റ് എലിമെന്റ്. കറന്റ് എലിമെന്റ് ആണ് നമ്മുടെ വെക്ടർ ആയിട്ട് L എന്ന് എടുക്കുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ ഫോഴ്സ് F ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് B. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, മൂവിങ് ചാർജസ് ഇതിനെ സംബന്ധിച്ച വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.